الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ വ്യതിരക്തമാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെക്കുറിച്ചും നല്ലത് വിചാരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം. ഏതൊരു പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും ഘട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്. മനുഷ്യരെക്കുറിച്ച് മോശമായി വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നത് ഹറാമുമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിലാകുമ്പോൾ അത് വാജിബായി മാറുകയും സഹജീവികളായ സഹസൃഷ്ടികളായ മനുഷ്യരെക്കുറിച്ച് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോശമായി ചിന്തിക്കുക എന്നത് ഹറാമുമായി മാറുന്നു എന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമാണ്. പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ നാവിലൂടെ അള്ളാഹുവിനെ കുറിച്ച് നല്ല സംസാരങ്ങൾ മാത്രമേ വരികയുള്ളൂ. എന്നാൽ ദൈവവിശ്വാസികളായ കുറെ ആളുകളുണ്ടാകും. അവർ വരെ വളരെ പ്രതിസന്ധിയുടെ, പ്രയാസത്തിൻ്റെ, കണ്ണ് നനയിപ്പിക്കുന്ന പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങൾ വരുമ്പോൾ ദൈവമുണ്ടോ എന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സംശയമാണല്ലേ എന്ന ചില സംസാരങ്ങൾ അവരിലൂടെ ഒരു പക്ഷേ വരും. എന്നാൽ വിശ്വാസിയുടെ ഒരു പ്രത്യേകത ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ വിചാരിക്കൂ എന്നതാണ്. അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ, അങ്ങനെ വിചാരിക്കാനേ ഒരു വിശ്വാസിക്ക് കഴിയുകയുള്ളൂ എന്നതാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ദുനിയാവിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല. ഈ ദുനിയാവ് എന്നത് വളരെ കുറച്ചു കാലം മാത്രം നമുക്ക് ജീവിക്കുവാനുള്ളതും ആ ജീവിതം തന്നെ പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് എന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് നാം. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും അതെന്നെ പരീക്ഷിക്കുവാനുള്ളതാണ്. ജീവിതത്തിലെ ഏത് പരീക്ഷണവും അതെന്റെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കാനുള്ളതാണ് എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ ഒരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ രണ്ട് മക്കൾ, ഒന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമയെ ചെറുപ്പത്തിലേ നഷ്ടമായിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ കച്ചവടാവശ്യാർത്ഥം സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോവുകയാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ ബിന്യാമീനുമില്ല. രണ്ട് മക്കളുടെയും നഷ്ടത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സഹോദരങ്ങളാണ്. അവർ പിതാവിനോട് എന്താണ്, യൂസുഫോ നമ്മുടെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി, യൂസുഫിന്റെ വിഷയത്തിൽ നാം പിതാവിനോട് കളവ് പറഞ്ഞു, ബിന്യാമീനെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു, നമ്മൾ എന്ത് പറയും?
നമ്മുടെ പിതാവ് നമ്മെ അവിശ്വസിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമയോട് ഈ സംഭവം ഒന്നുകൊണ്ട് പറയുന്നുണ്ട്. ബിന്യാമീനെയും അവിടെ തടഞ്ഞു വെച്ചു. ഞങ്ങളുടെ കാരണമല്ല, അവന്റെ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനോട് വന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് പിതാവ് അവരോട് പറയുന്ന വാക്ക് ഫസബുറുൻ ജമീൽ, നിങ്ങൾ ഭംഗിയായി ക്ഷമിക്കുക. അസല്ലാഹു അൻ യഅതീനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമല്ല, അവരെ പൂർണ്ണമായി, യൂസുഫിനെയും ബിന്യാമീനെയും മുഴുവനായി കൊണ്ട് അല്ലാഹു നമുക്ക് തിരിച്ചു തന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു യുക്തിമാനാണ് എന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ്. രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു. അവിടെ അല്ലാഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ഉദാഹരണങ്ങൾ. അയ്യൂബ് നബി അലൈഹിസ്സലാം സമ്പന്നനായിരുന്നു, സമ്പത്ത് കൊണ്ട് സമ്പന്നനായിരുന്നു, അതുപോലെ തന്നെ പ്രൗഢി കൊണ്ട് സമ്പന്നനായിരുന്നു, മക്കളെ കൊണ്ടും സമ്പന്നനായിരുന്നു. ഇതെല്ലാം അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് നഷ്ടമായി. അദ്ദേഹത്തിന്റെ മക്കൾ നഷ്ടമായി, അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടമായി, അദ്ദേഹത്തിന്റെ ഭാര്യ വരെ അദ്ദേഹത്തെ അവസാനം ഉപേക്ഷിച്ചു കൊണ്ടുപോയി. എന്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയുന്നത്? അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹു ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അന്നി മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ വാക്കിൽ ആ വാചകം അവസാനിപ്പിക്കുകയാണ്. ശേഷമുള്ള വാചകം അതിനേക്കാൾ വലിയ വാചകമാണ്. വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ എനിക്ക് പ്രശ്നമല്ല, പ്രയാസമാണ്, സമ്പത്ത് നഷ്ടമായി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ചു, മക്കളും ഭാര്യയും ഉപേക്ഷിച്ചു പോയി. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും പറയുന്നത് വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീയാണല്ലോ കരുണ ചൊരിയുന്നവൻ എന്നല്ല, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നത് നീയാണല്ലോ റബ്ബേ എന്ന അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല പ്രതീക്ഷയുടെ വാക്കാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നത്. ഈ പ്രതീക്ഷ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മെ ആളുകൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും. അള്ളാഹുവിന്റെ വിധിയാണ്. ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്തു വിധി എന്ന് ചോദിക്കാൻ പാടില്ല. മക്കളെ നഷ്ടപ്പെടാം, ശരീരം നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം, ജീവിതത്തിൽ പലതും സംഭവിക്കാം. നമ്മൾ പതറിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. കാരണം നാം മനുഷ്യരാണ്, സാധാരണക്കാരാണ്. എന്നാലും അള്ളാഹുവിനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം ഉണ്ടാകുമോ, ഇതൊക്കെ എന്തൊരു പരീക്ഷണമാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. മനുഷ്യരുടെ സ്വർഗ നരകങ്ങളെ അള്ളാഹു തീരുമാനിക്കുന്ന ലോകമാണ് ഈ ദുനിയാവ് എന്ന ചിന്ത അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം. അതാണ് ഒന്നാമത്തെ ഭാഗം. അള്ളാഹുവിനെ കുറിച്ച് ഏതൊരു സന്ദർഭത്തിലും നല്ലത് വിചാരിക്കണം. അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന് മതം പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തേത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നതാണ്. മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. നാം നമ്മുടെ ആരാധനകളെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധയുള്ളവരായാൽ പോരാ, മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക. ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ, ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനയാണ് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത്. നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ഞാൻ മാത്രം തരക്കടില്ല, അയാൾ ആ കാര്യത്തിൽ മോശാണ്, ഇയാൾ ഈ കാര്യത്തിൽ മോശാണ്, അപ്പുറത്തുള്ള ആളുകളോ അവർ മോശമാണ്, പിന്നെ ആരാ ഉഷാറ്, ഞാൻ തരക്കടില്ല എന്നത് പൈശാചികമായ ചിന്തയാണ്. മനുഷ്യർക്ക് മാർക്കിടുക,
അവർ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുക, അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതൊന്നും പടച്ച തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല. ഇത് നമ്മുടെ പണിയല്ല. നമ്മുടെ പണി എന്താണെന്നോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. അത് നമ്മുടെ ജോലിയാണ്. മോശമായി നടക്കുന്ന ഒരാൾ, മദ്യപിക്കുന്ന ഒരാൾ, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ആരാധനകൾ ശ്രദ്ധിക്കാത്ത ഒരാൾ, അയാളെക്കുറിച്ച് നമ്മൾ വേറെവിടെയെങ്കിലും പോയി മറ്റുള്ളവരോട് സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യമല്ല. അയാളോട് നമുക്ക് പറയാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുക. എങ്ങനെ? ബിൽ ഹിക്മത്തി, യുക്തിഭദ്രമായി നാം ക്ഷണിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇതിന്റെ കാര്യമൊന്നല്ലല്ലോ, ഞാനാണ് പറയും, കേൾക്കണ്ടോന് കേൾക്ക എന്നതല്ല. അവൻ നന്നാകണമെന്ന ആഗ്രഹത്തോടെ അതിന് പറ്റിയ സ്ഥലവും കാലവും സമയവും നോക്കി വളരെ സതുദ്ദേശത്തോടെ ഒരാളോട് നിങ്ങൾ പറയണം. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞ. രണ്ടാമത്തേതോ വൽ മൗഇലത്തിൽ ഹസന, സതുപദേശം. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ അത് എന്നോടെന്തോ ഒരു വാശി തീർക്കാനാണ് എന്ന് അയാൾക്ക് തോന്നരുത്. തോന്നുന്നതിന് നമ്മൾ കുറ്റക്കാരല്ല, പക്ഷെ നമ്മൾ അങ്ങനെ പറയരുത്. അവനെ മോശമാക്കാൻ പാടില്ല, മറിച്ചോ സതുപദേശത്തോടു കൂടി പറയണം. വജാദിലുഹും, ഇനി നിങ്ങളുടെ സംസാരം ഒരു തർക്കത്തിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, ആ തർക്കം പോലും ഏറ്റവും നല്ല രൂപത്തിലാകണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നോ, നമസ്കരിക്കാത്ത ഒരാൾ, അയാളോട് നമസ്കരിക്കാൻ വേണ്ടി വളരെ മാന്യമായി പറയുക. നന്മ ചെയ്യാത്ത ഒരാൾ നന്മക്ക് വേണ്ടി പറയുക. അതല്ലാതെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ വിലയിരുത്തുക എന്നത്, അവർക്ക് മാർക്കിടുക എന്നത്, അവരെ സ്വർഗനരകത്തിലേക്കാക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ്. കാരണം അതിനൊരു ടൂളില്ല. ഒന്ന്, നാം പൂർണ്ണരല്ല എന്നതാണ്. നമുക്ക് ഉപദേശിക്കാം. അതിന് നാം ഉപദേശിക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുന്ന ആളുകളായാൽ മതി. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ ചോര എൻ്റെ ജേഷ്ഠനനിയന്മാരോട് എങ്ങനെയാണ്, എൻ്റെ സഹോദരിയോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ സഹോദരനോട് ഞാൻ എങ്ങനെയാണ്, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഒരുപാട് നമുക്ക് തിരുത്താനുണ്ടാകും. അത് നമ്മൾ ചെയ്യണം, നാം തിരുത്തണം. അതിനപ്പുറം നാം സംശയത്തോടെ, ഊഹത്തോടെ മറ്റുള്ള ആളുകൾ മോശമാണ് എന്ന് നാം വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാതിരിക്കുക എന്നത് നിർബന്ധമാണ്. അങ്ങനെ മോശമായി മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുക എന്നത് ഹറാമാണ് എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നല്ലവണ്ണം അറിയുന്ന ഒരാൾ, അയാളെ കുറിച്ചൊരു വ്യഭിചാരോപണം സമൂഹത്തിൽ ഉണ്ടായി. എങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്? നമുക്കറിയുന്ന ഒരാളാണ്. ഒരാൾ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? അയാൾ ഒരു വ്യഭിചാരത്തിൽ പ്രതിയാണ്, അതല്ലെങ്കിൽ അയാൾ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ട്. നമ്മുടെ അടുത്ത് ഒരു തെളിവില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയനുസരിച്ച്, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ഭരണം നടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരാൾ വ്യഭിചാരിയാണ് എന്ന് തെളിയാൻ ഒരാൾ കണ്ടാ പോരാ, രണ്ടാൾ കണ്ടാ പോരാ, മൂന്നാൾ കണ്ടാ പോരാ, നാലാൾ കാണണം. മൂന്നാൾ കണ്ട അയാൾക്ക് ശിക്ഷ അല്ല. അതിന്റെ കാരണം എന്താ? അയാൾ വ്യഭിചരിക്കാത്തത് കൊണ്ടല്ല, ഒരു തിന്മയെ പ്രചരിപ്പിക്കുന്നത് മതം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. അത്ര അത് ഖുർആന്റെ നിയമമാണ്. അപ്പൊ അവിടെ നമുക്കറിയുന്ന ഒരാൾ, അയാൾ അങ്ങനെ വ്യഭിചാരത്തിൽ ഒരു പ്രതിയാണ്, അയാൾക്കൊരു അവിഹിതമുണ്ട് എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താണ്? തന്നല്ലേ? ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ നന്നായി നടക്കുന്ന ഒരാളാണെങ്കിൽ വളരെ സംതൃപ്തിയാവും ചില ആളുകൾക്ക്. അപ്പൊ ഓനും മോശമായി, എനിക്കും മോശാകാം, ഓൻ വരെ അങ്ങനെ ചെയ്തു, എനിക്ക് അങ്ങനെ ചെയ്തൂടെ. നമുക്ക് ദേഷ്യമുള്ള ഒരാളാണെങ്കിലോ ഓനും കുടുങ്ങി. ഇനി അവൻ കുടുങ്ങിയാൽ നമ്മ ബാധിക്കുന്നതാണെങ്കിലോ അവിടെ മാത്രം നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയല്ല പറയേണ്ടത്. ഏത് സമയത്തും അങ്ങനെ പറയണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സമൂഹത്തിൽ വ്യഭിചാരോപണം ഉണ്ടായി. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ യുദ്ധമുതലുകൾ ശേഖരിക്കാൻ വേണ്ടി സഫ്വാൻ എന്ന ഒരു സഹാബിയെ പ്രവാചകൻ ഏൽപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ
അവിടെ ഒറ്റപ്പെട്ടു. ആ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സ്വയം കയറി. അതിനു മുന്നിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് മദീനയിലേക്ക് വരികയാണ്. അവർ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ വ്യഭിചാരോപണം പറഞ്ഞു പരത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ വരെ ഒരു വേള അത് വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അറിയുകയുള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. ഒരായത്തല്ല ഇറങ്ങിയത്, സൂറത്തുൻ നൂറിലെ ഈ വിഷയ സംബന്ധിയായ ആയത്തുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ അതിലൊരായത്ത് ഇങ്ങനെയാണ്: ലൗലാ ഇത് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ. ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട സമയത്ത്, ആയിഷയും സഫ്വാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് നിങ്ങൾ കേട്ട സമയത്ത്, എന്തുകൊണ്ട് വിശ്വാസികളും വിശ്വാസിനികളും അവരെ കുറിച്ച് നന്മ മനസ്സിൽ വിചാരിച്ചില്ല? നിങ്ങൾ എന്തിനാണത് ശരിയാണെന്ന് വിചാരിച്ചത്? നിങ്ങൾ എന്തിനാ പറയുന്നവരുടെ കൂടെ കൂടിക്കൊടുത്തത്? നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തായിരുന്നു? നിങ്ങൾക്ക് പരിചയമുള്ളവർ, നിങ്ങൾ അറിയുന്നവർ, ജീവിതത്തിൽ നന്മ ചെയ്തവർ, നിങ്ങൾ വിചാരിക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നതും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് പറയേണ്ടിയിരുന്നത്. വഖാലൂ ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് സത്യമല്ല, ഇത് ഇവരുടെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കുറെ ആളുകളൊക്കെ കൂടെ കൂടി തന്നല്ലേ അങ്ങനെ സംഭവിച്ചോ എന്ന് നിങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഒരു ആരാധനയാണ് എന്നതാണ്. നമുക്കറിയുന്ന ഒരാള്, അയാളെ കുറിച്ച് ഒരു സാമ്പത്തിക ആരോപണം ഉണ്ടായി. നമ്മളെന്താ പറയാ? സമൂഹത്തിൽ ചിലരെങ്കിലും എന്താ പറയാ, അതിന് സമ്പത്തൊക്കെ ഓരോരുത്തരുടെ അടുത്തെത്തുമ്പോഴേ അതിന്റെ അടുത്തെത്തുമ്പം തനി സ്വഭാവം വരും. നീ കണ്ടോ, നീ അത് കണക്ക് കൂട്ടിയോ, എന്തെങ്കിലും അറിയില്ല, പിന്നെയോ ആണ് പറയുന്നേ. അതിന്റെ കൂടെ കൂടിക്കൊടുക്ക. നമുക്ക് അയാളെ പരിചയമല്ലേ, നമുക്കറിയുന്ന ആളല്ലേ, അല്ലെങ്കിൽ നമുക്ക് അയാളെ പരിചയമുണ്ടോ, നമുക്കറിയുന്ന ആളാണോ? അപ്പോൾ മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോകുക, മനുഷ്യരെ കുറിച്ച് മോശമായി വിചാരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കാൻ, എന്ത്, ഞാൻ അയാളെ കണ്ടു, അയാൾ എന്നെ മൈൻഡ് തന്നെ ചെയ്തില്ല. നമ്മൾ അയാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംസാരമേ അവർ ഉദിക്കുന്നില്ലല്ലോ. നമ്മളയാളെ കണ്ടു, നമ്മളെന്താ ചെയ്ത്? അയാൾ ഇന്ന മൈൻഡ് ചെയ്യുമെന്ന് നോക്കി. അയാളോ, അയാളുടെ ഭാര്യ ഹോസ്പിറ്റലില്ല, അയാൾ ഉമ്മാക്ക് സുഖമല്ല, അയാൾ മാനസികമായ വിഷമത്തിലാണ്. മനുഷ്യരാണ്, ഒരു പ്രത്യേക പ്രായം വരെ മുന്നിൽ കാണുന്ന ആളാണെങ്കിലും അതാണ് തോന്നുള്ളൂ. ചില സമയത്ത് അങ്ങനെ പോകും. നമ്മൾ അയാളെ കുറിച്ച് എന്താ വിചാരിച്ചത്? അയാളെ വീട്ടിലെ പ്രശ്നം നമുക്കറിയില്ല, അയാളുടെ കുടുംബത്തിലെ വിഷയം നമുക്കറിയില്ല. നമ്മൾ വിധി എഴുതി, അയാളൊക്കെ കുറച്ച് പൈസ ഉള്ള ആളായില്ലേ, ഇപ്പൊ നമ്മയൊന്നും മൈൻഡ് ചെയ്യൂല. അതെന്താണ്? നിഷിദ്ധമാണ്. ചില ആളുകൾ പറയാൻ 2-3 മാസായി ഓനൊന്നും എനിക്കൊരു കോളും കൂടി ചെയ്തിട്ടില്ല. നമ്മൾ ഈ 3 മാസത്തിനിടക്ക് അങ്ങോട്ടൊരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരിയും ആങ്ങളെയും പെങ്ങളും, അമ്മായിമ്മയും മരുമകളും, നാത്തൂനും സുഹൃത്തും ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോൺ ചെയ്തിക്കണമെങ്കിലോ പ്രശ്നമില്ലല്ലോ, കാരണം നമ്മൾ ഫോൺ ചെയ്തില്ലേ. പക്ഷെ നമ്മുടെ വിഷയം 3 മാസമായിട്ട് അയാൾ എനിക്ക് ഇങ്ങോട്ടൊരു ഫോൺ ചെയ്തിട്ടില്ല. നാത്തൂനെ കുറിച്ച് പെങ്ങള്, അമ്മായി, ജേട്ടൻ, അനിയൻ. അപ്പൊ എന്താന്നറിയോ, മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിക്കുക എന്നതാണ്. എത്രത്തോളം അറിയാം നിങ്ങൾ? നമ്മുടെ ജമാഅത്തിന്റെ സമയാന്ന് വിചാരിക്കുക. ഒരാൾ അർജന്റായി അതിന്റെ മുന്നിൽ കൂടെ പോയി, അയാൾ നിസ്കരിക്കുന്ന ഒരാളാ, ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താപ്പല്ലേ, ഓനിപ്പോ നിസ്കാര സമയത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങിയില്ല എന്നല്ല പറയണ്ടേ, ഓൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടില്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇന്ന് പള്ളിക്ക് വരാത്തത് എന്നാണ് പറയേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരുടെ ന്യൂനതകൾ. എനിക്ക് വ്യക്തിപരമായി അറിയുന്നൊരു കാര്യമുണ്ട്. എല്ലാ ആദർശ മീറ്റിംഗിലും പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് 3 മാസമായിട്ട് അയാൾ പങ്കെടുത്തിട്ടില്ല. ഓരോരുത്തരിങ്ങനെ, ഓനിപ്പതിന് ജോലി കിട്ടിയില്ലേ, ഓനോന്റെ പണിയായില്ലേ, ഓനോന്റെ ദുനിയാവായില്ലേ, ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഒരു സുഹൃത്ത് അന്വേഷിച്ചു വീട്ടിൽ പോയി, എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? ബാപ്പാക്ക് മാനസികമായ പ്രയാസമുണ്ട്, ഉമ്മാക്ക് സ്ട്രോക്ക്, വീട്ടില് ഭാര്യക്ക് അസുഖം, ചെറിയ കുട്ടി, അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല വീട്ടിൽ നിന്ന്, ജോലിക്ക് പോലും. ഇവിടെ എന്താ വിധി എഴുതണേ? ഓന് പണിയായില്ലേ, ഓനിപ്പോ എന്താ അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ?
ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് അവരുടെ അഭാവത്തിൽ മൈനസ് പറയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, ഓരോരുത്തരും പിന്നെ അവരുടെ നേരെയാണ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എന്താ ചെയ്യുന്നത്, എന്തൊക്കെ അറിയും, ആരോടെങ്ങനെ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള 19 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താ അറിയാ? ഇല്ല. അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ മാന്യമായി ഒന്ന് തിരുത്താൻ, ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിക്കുകയും ചെയ്യുക എന്നത് മാനസികമായ രോഗമാണ്. ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ നെഗറ്റീവ് മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടുക എന്നത് ആളുകൾക്കൊരു രസമാണ് പലപ്പോഴും. അപ്പൊ നമ്മുടെ വയനാട് ദുരന്ത സ്ഥലം, നമ്മൾ ഒരാഴ്ച മുൻപ് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ ഇവിടുന്നൊക്കെ കുറെ കളക്ഷൻ നടത്തിയല്ലോ. നമ്മൾ അവിടെ പോയി വാടക വീടുകളിലേക്ക് പലരെയും മാറ്റി, വാടക വീടുകളിലേക്ക് സ്വയം മാറിയ ആളുകളുടെ വീട്ടിൽ പോയപ്പോ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന വിധവകളായ, ഭാര്യമാർ നഷ്ടപ്പെട്ട അനാഥകളായ മക്കൾ ഇങ്ങനെ ചുമരും അങ്ങനെ ചാരി നിൽക്കുകയാണ്. എന്തിനെന്നറിയോ? ഒരു പലക വരെ ആ വീട്ടിലേക്ക് വരുന്നവർക്ക് വെച്ചു കൊടുക്കല്ല, ഒരു ചെയർ വരെ ഇട്ട് കൊടുക്കല്ല. നമ്മുടെ നാട്ടിൽ വരുന്ന മെസ്സേജ് എന്താ? വലിയൊരു കൂമ്പാരം ഇങ്ങനെ കാണിച്ചിട്ട് ഉണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, അരി ഉണ്ടാവും, ഇനി അവിടേക്ക് ഒന്നും വേണ്ടട്ടോ, അവിടെ ഫുൾ അയക്കണ്. അപ്പൊ ആൾക്കാരെന്ത് ചെയ്തു അറിയോ? ഈ ഒരൊറ്റ മെസ്സേജ് ഷെയർ ചെയ്യപ്പെട്ടത് കാരണത്താൽ മാത്രം കൊടുക്കുന്നതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ പോയി കണ്ടപ്പോഴോ? അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ചയും അവിടേക്ക് വേണ്ട വീട്ടുപകരണങ്ങൾക്കുള്ള പണവും വീട്ടുപകരണങ്ങളും ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് പോകും. അവിടെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഇരിക്കാൻ ചെയറില്ലാതെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിന്റെ വില എത്രേ? ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ 40,000-ന്റെ 50,000-ന്റെ ഡൈനിങ് ടേബിള്, സോഫ. മേപ്പാടി ടൗണിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഒന്നുമില്ലാത്ത ആളാ. നമ്മളൊരു കട്ടിൽ കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, എന്റെ മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാണ്ട് ഒരു കട്ടിലും കൂടി തരുമോന്ന്. ആര്? കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യന്മാർ. നമ്മൾ അവർക്ക് കൊണ്ടുപോകണത്ര ഞങ്ങള് 750 റുപ്യന്റെ ടേബിള്. നമ്മൾ കൊണ്ടുപോണത് 750 റുപ്യന്റെ പ്ലാസ്റ്റിക്കിന്റെ ടേബിളാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ നെഗറ്റീവ് കുറച്ച് കുട്ടികൾ സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. ഈ കാലത്ത് ആളുകൾ എന്ത് ചെയ്താലും മൊബൈലിൽ എടുക്കും. കുറച്ച് കുട്ടികൾ കൂടി ഇരുന്നങ്ങാണ്ട് നമ്മളെ കുട്ടികൾ ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തൊക്കെ പ്രാർത്ഥിക്കും? പടച്ചോനെ മഴ പെയ്യണം, പടച്ചോനെ മഴ പെയ്യണം, പടച്ചോനെ. ആൾക്കാരൊക്കെ കണ്ടോ എങ്ങനെയൊക്കെ കുട്ടികൾ പ്രാർത്ഥിച്ചിട്ട് ഷെയർ ചെയ്യുക. ഈ കുട്ടികൾ കാരണത്താലാണ് അവിടെ മഴ ഇതാകെ തൂഫാനായത്. നമ്മളെ വീട്ടിലും കുട്ടികളില്ലേ? ഈ കുട്ടികൾ ഇത് കാണൂലേ? അപ്പൊ ഇങ്ങനെ നെഗറ്റീവുകളും ന്യൂനതകളും അന്വേഷിക്കുകയും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നത് മതവിരുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ഹേ വിശ്വാസികളെ, മോശം ഊഹത്തിൽ നിന്ന് പലതും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, കാരണം ന്യൂനതകളിൽ, ഈ ഊഹങ്ങളിൽ പലതും പാപമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. ഇവിടെയൊന്ന് പറയുക, അവിടെ വേറെയൊന്ന് പറയുക, അവിടെ സംസാരിക്കുക, അവിടത്തേത് ഇവിടെ പറയുക. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളത് മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമുഹു, നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം മുറിച്ചെടുക്കുന്നതും അത് ഭക്ഷിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുൻ റഹീം, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് നമ്മുടെ മനസ്സമാധാനത്തിന് നല്ലതാണ്. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാന ഖൽബഹു. വല്ലാത്ത ഒരു പ്രയോഗമാണത്, ആശ്ചര്യകരമായ പ്രയോഗമാണ്. നാവുകൊണ്ട് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് മനസ്സിനകത്തേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മനുഷ്യരെ കുറിച്ച് ഗീബത്ത് പറയരുത്, ഉള്ളത് നിങ്ങൾ പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനത അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത്. അവസാനിച്ചില്ല,
ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം ചികഞ്ഞ് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ആളുകളെല്ലാം മോശമാണ് എന്ന് വിധിയെഴുതുന്നവരാണോ, എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനതയെ പിന്തുടരും. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതയെ പിന്തുടർന്നാൽ പിന്നെ നിങ്ങളുടെ ന്യൂനതയെ അള്ളാഹുവാണ് പിന്തുടരുക. അള്ളാഹു നിങ്ങളുടെ ന്യൂനതയെ പിന്തുടർന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വഷളാക്കും. പിന്നെ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും നിങ്ങൾ വഷളാകുക, നിങ്ങളുടെ ഭാര്യയിലൂടെ ആയിരിക്കും നിങ്ങൾ വഷളാകുക, നിങ്ങളുടെ പെൺകുട്ടികളിലൂടെ ആയിരിക്കും നിങ്ങൾ വഷളാകുക. അള്ളാഹു നിങ്ങളെ വഷളാക്കും. അങ്ങനെ വഷളാക്കാൻ, മറ്റുള്ളവരെ മോശമാക്കാൻ, മറ്റുള്ളവർ മോശമാണ് എന്ന് വിധി എഴുതാൻ ഒരു ടൂളും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അത് ഏറ്റവും വലിയ ആരാധനയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇസ്ലാം എന്ന മതം പൂർണ്ണമാകുന്നത് ആരാധനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മാത്രമല്ല, മതം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.